അത് പിന്നെ മന്ത്രി ഉണ്ടാക്കിയതാ. പിന്നെ അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ന്യായീകരിക്കാൻ ഉൾപ്പെടുന്നത് എന്താ? അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലെത്തിക്കുകയാണ് വേണ്ടത്. അതിനു പകരം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരവേലക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? സജീവമായി കൊണ്ടുവരാൻ തുടരാനല്ലേ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സെറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത്. അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ല വേണ്ടേ. ഞാനിത് പറഞ്ഞത് മാധ്യമങ്ങൾ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല. അപ്പോൾ നിർത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് തെറ്റായ പ്രചാരവേലയാണ്. ആദ്യം അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, അവിടെ സൂപ്രണ്ട് പറഞ്ഞ കാര്യം അത് സൂപ്രണ്ടും പറഞ്ഞു, ഞാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലുള്ള സമരം നടത്താൻ തീരുമാനിക്കുക. ഏത് സിസ്റ്റത്തിന്റെ? അത് കുറച്ചധികം വിശദീകരിക്കണം. ഭരണകൂടം ഇല്ല, ഞാനില്ല, അതിനൊന്നും ഞാൻ പോകണം, വെറുതെ ആവശ്യമില്ല. ശരി ആയില്ലേ? അല്ല, ആ സിസ്റ്റം നിയന്ത്രിച്ചുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറുപ്പികയുടെ കെട്ടിട നിർമ്മാണം നടത്തി അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കി ആ രീതിയിൽ പ്രവർത്തനം നടന്നു മുമ്പോട്ട് പോകുക തന്നെയാണ് കേട്ടോ. റിക്കാർഡ് വേഗതയിലാണ് ആ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ സിസ്റ്റത്തിന് കുഴപ്പം എന്ന് പറയുന്നതിനെ പറ്റി ഞാനതിൻ്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോകാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് വേറെ നന്നായി ഒരു ക്ലാസ് നടത്താം. ഇല്ല, ഞാനതിലൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല. ധാർമ്മികമായിട്ട് എനിക്ക് നിങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവാദിത്തം തന്നെ അവർക്കുള്ളൂ. രാജിവെച്ച പാരമ്പര്യമല്ലേ ഇപ്പോൾ ഉള്ളത്. കേന്ദ്രമന്ത്രിമാർ, ഞാൻ അതിലേക്കൊന്നും ഇപ്പം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെ. ശരി, മതി. സീമയെ പറയൂ. അത് പറയും, നിങ്ങൾ നിരസിപ്പെടണ്ട, പറയും. അതാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ആ കാര്യം നിങ്ങളോട് പറയും. എന്ത് രഹസ്യമൊന്നുമില്ല. എന്ത് രഹസ്യം? ചികിത്സക്ക് പോകുന്ന രഹസ്യം. ഇതുവരെ മുഖ്യമന്ത്രി കേരളം ഒട്ടാകെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പോലും ഒരക്ഷരം ഇത് സംബന്ധിച്ച് അത് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനമായത്? മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് കൃത്യമായി പറയും. ശരി. അല്ല, ഇവിടെ കാണേണ്ടത് വൈസ് ചാൻസലർക്ക് അധികാരമില്ലാത്ത മേഖലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നിലയാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ VC അതിനുള്ള അവകാശമില്ല. ഒരു നിശ്ചിത പോസ്റ്റിൻ്റെ മേലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റും ഗവൺമെൻറ്റും ഒക്കെയാണ്.
അവിടെ വി സിക്ക് ആ കാര്യം നിർവഹിക്കാനില്ല. പിന്നെ നിയമപരമായിട്ട് അവർ പറയുന്നത് ഒരു സിൻഡിക്കേറ്റ് മുതൽ മറ്റൊരു സിൻഡിക്കേറ്റ് വരെ ഇടയിലുള്ള കാലത്ത് അത്യാഹിതമായ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള കാര്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് എന്നാണ്. അങ്ങനെ അത്യാഹിതമായ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുമില്ല. അപ്പോൾ സ്വാഭാവിക നീതിക്കെതിരായ കടുത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് വി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായ ശക്തിയായ പ്രചരണവും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളും അധ്യാപകരും ജീവനക്കാരെല്ലാം ഇപ്പോൾ ശക്തിയായി തുടങ്ങിയിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. നിയമപരമായ കാര്യം നോക്കുകയും ചെയ്യും.